നിരവധി പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് ലക്ഷദ്വീപിലെ അന്ത്രോത്തിൽ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളമെന്ന് ആരോപണം ഉയരുന്നു. ദ്വീപിലെ കാർഷിക ശുദ്ധജല മേഖലയ്ക്ക് കനത്ത ആഘാതമായിരിക്കും നിർദ്ദിഷ്ട വിമാനത്താവളം സൃഷ്ടിക്കുക എന്നാണ് ആരോപണം. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദ്വീപ് നിവാസികൾ ഉയർത്തുന്നത്. ജനവാസയോഗ്യമല്ലാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന നിലവിലെ അഗത്തി വിമാനത്താവളത്തോടൊപ്പം വികസനത്തിന്റെ പേരിലാണ് ഉയർന്ന ജനസാന്ദ്രതയുള്ള അന്ത്രോത്തിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 4.9 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള അന്ത്രോത്തിലെ ജനസംഖ്യ 10,720 ആണ്. 4 ഭാഗവും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട അന്ത്രോത്ത് ദ്വീപിൽ ശുദ്ധജലം ലഭ്യമായതും കൃഷിയോഗ്യമായതുമായ മധ്യഭാഗത്താണ് പുതിയ വിമാനത്താവളത്തിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ നാളികേര കർഷകർക്കും നിർദ്ദിഷ്ട വിമാനത്താവളം ഭീഷണി ഉയർത്തുന്നു. 15,000-ലധികം തെങ്ങുകളാണ് പ്രസ്തുത വിമാനത്താവളത്തിനായി മുറിച്ചു മാറ്റേണ്ടി വരിക. ആ സ്ഥലത്താണ് ദ്വീപിൽ ഇന്ന് ശുദ്ധജലം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. കൃഷി സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇന്നിപ്പോൾ എയർപോർട്ട് വരാൻ വേണ്ടി സർവേ നടന്നിട്ടുള്ള സ്ഥലം. 1996-ൽ അന്ത്രോത്ത് വിമാനത്താവളത്തിന്റെ തറക്കല്ലിട്ടുവെങ്കിലും ഇതുവരെ നിർമ്മാണാനുമതി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലിവാലയുടെ സാന്നിധ്യത്തിൽ ദില്ലിയിൽ ചേർന്ന ലക്ഷദ്വീപ് വികസന സമിതി യോഗം അന്ത്രോത്ത് വിമാനത്താവളത്തിന്റെ അനുമതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചിരുന്നു. പാരിസ്ഥിതിക അനുമതി ലഭിച്ച നിരവധി പദ്ധതികൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനിടയിലാണ് നിർദ്ദിഷ്ട അന്ത്രോത്ത് വിമാനത്താവള പദ്ധതി പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുന്നിലെത്തുന്നത്. തദ്ദേശീയരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് പരിസ്ഥിതി മന്ത്രാലയം പ്രസ്തുത പദ്ധതിക്ക് അംഗീകാരം നൽകിയാൽ കനത്ത പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളായിരിക്കും ലക്ഷദ്വീപിന് നേരിടേണ്ടി വരിക. സുഭാഷ് ചന്ദ്രൻ, ദില്ലി.